അപ്പോൾ നവചണ്ഡി ഹോമത്തിനെ പറ്റി പറയുകയാണെങ്കിൽ മൂകാംബികയിൽ എന്നും നടത്തി വരുന്ന ഇതാണ് നവചണ്ഡിക ഹോമം. 9 ദേവികളിലൂടെ പോകുന്ന, ദുർഗയുടെ 9 രൂപത്തിലൂടെ പോകുന്ന ഒരു ഹോമമാണ്. വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു വെച്ചാൽ അന്ന് ഞങ്ങൾ 3 കുട്ടികളെ ദേവിയായിട്ട് ഇരുത്തി. ഓർഡർ ക്യാൻസൽ ആയിട്ടും റീഫണ്ട് വന്നിട്ടും ആ വിഗ്രഹം തീർച്ചയായിട്ടും വന്നു. എനിക്കറിയില്ല ഇത് എങ്ങനെയാണ് ഫണ്ട്, കാരണം ആദ്യത്തെ റീഫണ്ട് വന്ന് ഞാൻ അറിഞ്ഞില്ല. അതൊരു കേസ്. എന്ത് രൂപമായാലും രൂപത്തിലല്ല കാര്യം, നമ്മുടെ ഉള്ളിലെ സ്നേഹത്തിനോടെ കാര്യം. ദേവിയെ നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നോ നമ്മുടെ ഉള്ളുകൊണ്ട് സ്നേഹിക്കണം. ഈ വീഡിയോ കണ്ടിട്ട് ഇനി വീണ്ടും ഈ കമൻസ് ആയിട്ട് വരുന്നവരോട് എന്താ പറയാനുള്ളൂ, സ്പിരിച്വാലിറ്റി ഒരിക്കലും പൈസയുടെ മാർഗമല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ നവചണ്ഡിയ ഹോമത്തെ കുറിച്ചായിരുന്നു. അത് അങ്ങയുടെ വീട്ടിൽ ആ കുടുംബക്ഷേത്രത്തിൽ ഉണ്ടാവുന്ന കാര്യത്തെപ്പറ്റി, അല്ലെങ്കിൽ അവിടെ തന്നെ നടത്തണം എന്നത് അങ്ങയുടെ ഉള്ളിൽ മനസ്സിൽ ദേവി തോന്നിച്ചു എന്ന കാര്യത്തെ പറ്റിയായിരുന്നു പറഞ്ഞു വന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു? അങ്ങനെ നവചണ്ഡി ഹോമത്തിന് വേദിയാകുന്നു. അപ്പോൾ നവചണ്ഡി ഹോമത്തിനെ പറ്റി പറയുകയാണെങ്കിൽ മൂകാംബികയിൽ എന്നും നടത്തി വരുന്ന ഇതാണ് നവചണ്ഡിക ഹോമം. 9 ദേവികളിലൂടെ പോകുന്ന, ദുർഗയുടെ 9 രൂപത്തിലൂടെ പോകുന്ന ഒരു ഹോമമാണ്. ഇതിൽ കൃത്യമായിട്ട് 700 ശ്ലോകങ്ങളുണ്ടാവും. ആ 700 ശ്ലോകങ്ങൾ മന്ത്രങ്ങളായിട്ട് തന്നെയാണ് പറയപ്പെടുന്നത്. ഓരോ ഹോമം കഴിയുമ്പോൾ ഓരോ ആഹൂതി ചെയ്തിട്ട് അർപ്പിച്ച് ഏറ്റവും അവസാനം ദേവിക്ക് പട്ടുസാരിയൊക്കെ സമർപ്പിക്കുന്നൊരു ഇതാണ്. ഒരു ദേവിയുടെ ഒരു വലിയൊരു ഊർജ്ജം അവിടെ നിലനിൽക്കും. 9 ഉപാസകർ, 9 ദീക്ഷ കിട്ടിയ ഉപാസകർ 9 ദുർഗാദേവിയെ, ദുർഗയുടെ ഓരോ രൂപത്തെ ഒരുമിച്ച് ഒരുമിച്ച് പൂജ ചെയ്ത് ചെയ്യുന്നൊരു ഇതാണ് നവചണ്ഡിക ഹോമം. അപ്പോൾ ഇത് നടത്താനുള്ളൊരു വേദി എൻ്റെ വീടാവുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഇങ്ങനെ നടത്താൻ ഒരു അവസരം കിട്ടി. അല്ല, ഒരു അവസരം വന്നു ചേർന്നു, അറിയില്ല. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞില്ലേ അനിലേട്ടൻ്റെ ഒരു കാര്യം. അതെ. ഇപ്പൊ ഈ ജനങ്ങൾ തന്നെ, ഇപ്പൊ താങ്കൾ എന്നെ വിളിക്കാൻ കാരണം എന്തുകൊണ്ടാ? വേറൊരു ചാനൽ എന്നെ കണ്ടതുകൊണ്ടല്ലേ. അപ്പോൾ അങ്ങനെ അനിലേട്ടനോട് ഞാൻ എൻ്റെ കയ്യിൽ നവചണ്ഡി ഹോമത്തിനും ഒരു എമൗണ്ട് ആവുള്ളൂ. അപ്പോൾ നവചണ്ഡി ഹോമം നടത്താനുള്ളൊരു ഇതാകുമ്പോൾ അതിനുള്ള കാര്യങ്ങൾക്ക് എനിക്ക് സഹായങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അനിലേട്ടനോട് ചോദിച്ചു, നമ്മൾ ഫ്ലക്സൊക്കെ വെക്കുന്നുണ്ട്, അപ്പോൾ ചെറിയ സഹായം ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. ആള് പറഞ്ഞു, നമുക്ക് വീഡിയോ രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അവന് അത് വേണോ, വീഡിയോ ആവശ്യം, കാരണം അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് ചോദിച്ചു എന്താ അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞ കാരണം ചോദിച്ചു. എനിക്കൊരിക്കലും ഇത് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഈ ലോകത്ത്. എൻ്റെ കുടുംബക്ഷേത്രത്തിലെ ദേവിയെ ഞാൻ സംരക്ഷിക്കാൻ നോക്കി. ഇത് വീഡിയോ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കില്ല നമ്മൾ സ്വാമി ഈ അവസ്ഥ, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുന്ന തട്ടിപ്പ്, ഇതൊക്കെ ചിന്തിക്കില്ലേ. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എനിക്ക് ഇങ്ങനെ നിയോഗം വന്നപ്പോൾ ഞാൻ അതുപോലെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആളോട് എൻ്റെ ലൈഫിലെ സ്റ്റോറി മൊത്തം പറഞ്ഞു. സ്റ്റോറി മൊത്തം പറഞ്ഞ് രാത്രി ഞാൻ പറഞ്ഞ ഒരു 12 മണി വരെ ആൾ സ്റ്റോറി കേട്ടു. പിന്നെ ആൾ പറഞ്ഞു, എനിക്ക് ഈ സ്റ്റോറി എന്തായാലും എടുത്തേ പെട്ടു, എന്നോട് നീ പറഞ്ഞേ പെട്ടു കഥ. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ആൾ ക്യാമറ ആയിട്ട് വന്നു, ഞാൻ കഥ പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതിലാണ് ലാസ്റ്റ് ഇപ്പോൾ ഈ ബാക്ക് മീഡിയയിലും വരെ എത്തിയത്. ആ ഒരു നിയോഗത്തിൻ്റെ പേരിലാണ്. തീർച്ചയായിട്ടും ഇനി ഞാൻ ഈ ഒരു കഥ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇപ്പോൾ ഒരുപാട് പേര് കേട്ടില്ലേ. ഇനി എന്താ അടുത്ത എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എനിക്കിപ്പോഴും അറിയില്ല, കാരണം ഇനി എന്താ ഞാൻ ചെയ്യണമെന്ന് അറിയില്ല. കണ്ടിന്യൂ ഞാൻ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങി. എൻ്റെ നവചണ്ഡി ഹോമം കഴിഞ്ഞു. പക്ഷെ നവചണ്ഡി ഹോമം നടത്തുന്ന വേദിയിൽ എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായതെന്ന് വെച്ചാൽ കുറേ ആൾക്കാരെ എന്നെ തേടി വന്നു. ഒരുപാട് പേര്, അതായത് കഴിഞ്ഞ വട്ടം തിരുവുത്സവം നടത്തിയപ്പോൾ വരാതിരിക്കുന്ന ആൾക്കാരെല്ലാവരും ഇത്തവണ വന്നു. നവചണ്ഡിയ ഹോമത്തിന്റെ ഈ പറയുന്ന മുഖ്യ കർമ്മിയും ആചാരങ്ങളൊക്കെ ഇതൊക്കെ കൃത്യമായി ചെയ്യുന്ന ആളുണ്ടാവുമല്ലോ, അതെങ്ങനെയായിരുന്നു അത് ചെയ്തത്? എൻ്റെ തിരുമേനി, എൻ്റെ തന്ത്രി തന്നെയായിരുന്നു മുഖ്യാചാര്യൻ. അദ്ദേഹം ചെയ്യുന്ന ആളായിരുന്നു. ആളെൻ്റെ കൂടെ നിന്ന് എല്ലാത്തിനും നിൽക്കും. ആളെ ഞാൻ പറഞ്ഞത് ഒരു നിയോഗം പോലെ ആളെൻ്റെ കൂടെ കൂടി ഒരുമിച്ച് നിന്ന് ചെയ്തു തന്നു എനിക്ക്. ആളും പിന്നെ ആളുടെ ഒരു 8 ബാക്കിയുള്ള ഒരു 9 ഉപാസകർ ആള് നോക്കി. 9 അല്ല 8, ഞാൻ യജമാനനടക്കം, ഞാനുള്ള യജമാനൻ. അപ്പോൾ 9, ഞാനടക്കാണ് 9 ആവുന്നത്. ഞങ്ങൾ ഒരുമിച്ച് നവചണ്ഡി ഹോമം അന്ന് നടത്തി. അതിനുശേഷം ഏറ്റവും വലിയൊരു കാര്യം, എനിക്ക് വലിയൊരു സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾ 3 കുട്ടികളെ ദേവിയായിട്ട് ഇരുത്തി. 2 കുഞ്ഞു കുട്ടികളാണ്. എന്ത് രസമാണ്. ആ കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ ആ കുട്ടികൾക്ക് ഡ്രസ്സ് കൊടുക്കുന്നു, സ്വീകരിക്കുന്നു, മാലയിടുന്നു,
കാല് കഴുകി കാല് കഴിപ്പിക്കുന്നു. അതിനുശേഷം അവർ ദേവിയായിട്ട് വരുന്നു. 3 കുട്ടികളുടെ ആ മനസ്സ് സന്തോഷമാകുമ്പോൾ അവിടെ ദേവി സന്തോഷം എന്നർത്ഥം. കാരണം ഓരോ മനുഷ്യരിലും ഉണ്ട്, ഓരോ കുട്ടികളിലും ഉണ്ട്. കുട്ടികൾക്കാണെങ്കിൽ കുട്ടികളുടെ ഉള്ളിൽ ഒരു വികാരവും ഇല്ല. അവരുടെ ഉള്ളിൽ നമ്മൾ അവരിലാണ് ദേവി കൂടുതൽ ഇതായി നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ആ സന്തോഷം അതാണ് ഏറ്റവും വലുത്. തീർച്ചയായിട്ടും. അപ്പോൾ ആ 3 കുട്ടികൾ ദേവി രൂപത്തിൽ കണ്ടു, അവരെ കുമാരി പൂജ ചെയ്തു. അത് വലിയൊരു നിമിഷമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എനിക്കതിൽ ലാസ്റ്റ് കലശം ആടലാണ്. എല്ലാം ചെയ്ത് ദേവിയെല്ലാം കലശം ആടി ലാസ്റ്റ് കൃത്യമായിട്ട് എൻ്റെ തലയിലേക്ക് ആടി ഫുള്ളായിട്ട് ആടി. അതെനിക്ക് കാരണം അതിനുശേഷം എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു ഫീലായിരുന്നു എനിക്ക്. അപ്പം അങ്ങനെ ഒരു ദിവസം കടന്നുപോയി, നവചണ്ഡി ഹോമം നടത്തി. ഇനി അടുത്ത വർഷം നടത്താൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഇങ്ങനൊരു വേദി ഉണ്ടായതെല്ലാം ഒരു നിയോഗം പോലെ. ഇപ്പം ഞാൻ അബാക്ക് വേണ്ടിയിൽ വന്നിരുന്നതും ഒരു നിയോഗം പോലെ, പാർത്ഥൻ ചേട്ടനെ കണ്ടതും എനിക്കൊരു നിയോഗം പോലെ. ഇനിയും അറിയില്ല ഇനി എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് എനിക്ക് അറിയില്ല. തീർച്ചയായിട്ടും ഇനിയും ഈ പറയുന്നത് പോലെ ദേവി അത് കൃത്യമായി മനസ്സിൽ തോന്നിക്കുമെന്ന് ഈ ഇത്രയും സംസാരത്തിലൂടെ എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അങ്ങ് നേരത്തെ പറഞ്ഞു നിർത്തിയ ഒരു കാര്യം ഉണ്ടായിരുന്നു, അതായത് ഈ വിഗ്രഹത്തിന്റെ കാര്യം. അങ്ങ് വിഗ്രഹത്തിന് ഓർഡർ കൊടുത്തു എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതിൽ ചില കാര്യങ്ങൾ അത് ഞാൻ പറയാൻ മറന്നുപോയി, ഞാൻ വിട്ടുപോയൊരു കാര്യമാണത്. അപ്പോൾ പ്രതിഷ്ഠിക്കാൻ പോകുന്ന ആ സമയത്ത് ഞാൻ വീണ്ടും ഓർഡർ ചെയ്തു, അത് ക്യാൻസലായി. അത് ഒരു 2 ആഴ്ചക്കുള്ളിൽ ആ വിഗ്രഹം ഓർഡർ ക്യാൻസലായി. ആദ്യത്തെ ഒരു വിഗ്രഹത്തിന് ഓർഡർ കൊടുത്തു, അത് ക്യാൻസലായി. വീണ്ടും രണ്ടാമത്തെ വിഗ്രഹത്തിന് ഓർഡർ ചെയ്തു, അതും ക്യാൻസൽ ചെയ്തു. പിന്നെ ക്യാൻസൽ ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ഉള്ളിൽ തോന്നി ഇല്ല, തന്നെ ക്യാൻസൽ ചെയ്താ, അതിന്റെ റീഫണ്ട് വന്നു. തന്നെ ക്യാൻസലായി, റീഫണ്ട് വന്നു. പക്ഷെ അത് കഴിഞ്ഞ് പ്രതിഷ്ഠാദിനത്തിന്റെ അടുത്ത് നിൽക്കുന്ന ഒരാഴ്ചക്കുള്ളിൽ ദിവസത്തില് ആ വിഗ്രഹം തന്നെ എന്റെ കയ്യിൽ വന്നു വീണു. ഒരു കൊറിയറായിട്ട് വീണ്ടും ആ വിഗ്രഹം. എന്താന്ന് എനിക്ക് ഓർഡർ ക്യാൻസൽ ആയിട്ടും റീഫണ്ട് വന്നിട്ടും ആ വിഗ്രഹം തീർച്ചയായിട്ടും വന്നു. എനിക്കറിയില്ല ഇത് എങ്ങനെയാണ് ഫണ്ട്, കാരണം ആദ്യത്തെ റീഫണ്ട് വന്ന് ഞാൻ അറിഞ്ഞില്ല. അതൊരു കേസ് എനിക്ക് ആദ്യം ഇപ്പോഴും അറിയില്ല. കാരണം അത് കുറേ നാളും 2-3 മാസം ഗ്യാപ്പ് ഉണ്ടായല്ലോ. അപ്പോൾ ഇതിൽ എൻ്റെ വന്നിട്ടുണ്ടാവുന്ന എൻ്റെ വിശ്വാസം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഡിസംബർ അവസാനമാണ് രണ്ടാമത്തെ ഓർഡർ കൊടുത്തത്. എന്നിട്ട് ഇത് ക്യാൻസൽ ആയതെന്ന് വെച്ചാൽ ഒരു ഫെബ്രുവരി ഫസ്റ്റ് വീക്ക്. എന്നിട്ട് പൈസ ഫെബ്രുവരി 15-ാം തീയതി 1600 തിരിച്ച് കിട്ടി. അപ്പൊ അത് കഴിഞ്ഞ് ആ സമയത്ത് കൃത്യമായിട്ട് എനിക്കിത് കിട്ടി. ഈ പറയുന്ന അമ്മയുടെ രീതി പൂജിക്കാൻ വേണ്ടി ആ വിഗ്രഹം എനിക്ക് കിട്ടി. അപ്പോ ഇതിൽ ഞാൻ കാര്യട്ടെ, രൂപത്തിൽ ഇത് വെറും ഒരു യാദൃശ്ചികമായിട്ട് മാത്രം നമുക്ക് എടുക്കാൻ കഴിയില്ലല്ലോ ഇത്രയും അനുഭവത്തിന്റെ ഇടയിൽ. അറിയില്ല, അതിന് ഞാൻ കൃത്യമായിട്ട് ഇപ്പൊ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാളായിട്ടാണ്. എൻ്റെ വീട്ടില്, എൻ്റെ റൂമില്, എൻ്റെ കൂടെ ഞാൻ ഈ പറയുന്ന ചോറ് കൊടുക്കൽ എന്നൊരു സംഭവങ്ങൾ പറയുന്നില്ലേ, ഒരിക്കലും ദേവിക്ക് ചോറ് കൊടുക്കാമെന്നൊരു ചോദ്യമില്ലേ, അതിനർത്ഥം വരുന്നത് ഇവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമ്മയായിട്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് എല്ലാം സ്വീകരിക്കാം. അതെ, അമ്മയ്ക്ക് എന്തും സ്വീകരിക്കാം. ദേവിക്ക് കുറച്ച് ചില കാര്യങ്ങൾ നിബന്ധനകൾ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഇത്തവണ എൻ്റെ ലാസ്റ്റ് വന്ന എൻ്റെ പിറന്നാളിന് ഞാൻ ഭക്ഷണം വെച്ചത് ഉള്ളില, അമ്പലത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ല. കാരണം ഉള്ളിൽ അമ്മ ഇരിക്കുന്നുണ്ട്. പുറത്തോട്ട് ഞാൻ വെള്ള നിവേദ്യവും പായസ നിവേദ്യവും മാത്രമേ വെക്കാറുള്ളൂ. ഞാൻ കഴിക്കുന്ന ഭക്ഷണ പാതി എൻ്റെ അമ്മയ്ക്കാണ്. അതാണ് അമ്മ ഉള്ളിലിരിക്കുന്നതും ദേവിത്വം പുറത്തു വന്നതും ശാക്തിദേവി പുറത്തു വന്നതും അതുകൊണ്ടായിരിക്കാം. പിന്നെ എന്ത് രൂപമായാലും രൂപത്തിലല്ല കാര്യം, നമ്മുടെ ഉള്ളിലെ സ്നേഹത്തിനോടെ കാര്യം. ദേവിയെ നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നോ നമ്മുടെ ഉള്ളുകൊണ്ട് സ്നേഹിക്കണം. ഉള്ളറിഞ്ഞ് നമ്മുടെ ഉള്ളിൽ, ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഉപാസകമൂർത്തി ഉണ്ടെന്ന് നമുക്ക് തോന്നണം, നമ്മുടെ ശരീരത്തിലുണ്ടെന്ന്. അതാണ് തത്വമസി. തത്വമസിയുടെ അർത്ഥം അറിയുകയാണെങ്കിൽ ഇതാണ്. നല്ലൊരു ഉപാസകമൂർത്തിക്ക് അറിയാം സ്വയം ഉണ്ടെന്ന്. അത് പ്രത്യക്ഷപ്പെടേണ്ട ആവശ്യമില്ല. സത്യം പറയാം, ഇപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, വിഷ്ണുമായ ചരിത്ര സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ മുമ്പിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സസിൻ്റെ മിറാക്കിൾസ് കണ്ടെന്ന്. മേ ബി അതൊരു വിശ്വാസിയാക്കാൻ വേണ്ടിയായിരിക്കും എൻ്റെ ലൈഫിലാക്കിയത്. തീർച്ചയായിട്ടും. അതും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, നിരന്തരമായി അതിനോട് ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. ഇതാണെങ്കിൽ, ഇതങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഉറച്ച ബോധ്യം വന്നതിന് ശേഷമാണ് അങ്ങ് അക്കാര്യത്തിലേക്ക് ഇറങ്ങുന്നത്. കാരണം എനിക്ക് എനിക്കെല്ലാം ഞാൻ ഇപ്പോഴും യുക്തിപൂർവ്വം തന്നെയാണ് എല്ലാത്തിലും നോക്കി കാണുന്നത്. പ്രശ്നം വെക്കും തന്നെ 3-4 സ്ഥലത്ത് കൊണ്ട് പ്രശ്നം വെക്കും.
കാരണം ഒരാൾ സത്യം പറഞ്ഞാൽ ഇപ്പൊ വ്യക്തിയല്ലേ, പലർക്കും എന്ത് വേണമെങ്കിൽ പറയാലോ. ഞാൻ അതുകൊണ്ട് എല്ലാം 3-4 വട്ടം നോക്കി. ഇപ്പൊ ഈ പറയുന്ന തോണിപ്പിക്കൽ എന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ കുറേ വട്ടം ഇൻഡ്യൂഷൻസ് വന്ന് അവസാനം നീക്കുപോക്കില്ലാത്ത സമയത്ത് ഞാൻ ചെയ്യാറുള്ളൂ. അല്ലാതെ ഇപ്പൊ ഞാൻ ഓടിപ്പോയി കൊണ്ടുവെക്കല്ല. ചിലപ്പോൾ വീഡിയോ കാണുന്നവർക്ക് തോന്നി ഞാൻ ഓടിപ്പോയി ചെയ്യുന്നതാണ്. ഒരിക്കലും ഞാൻ ഓടിപ്പോയി ചെയ്യുന്നതല്ല. ഇത് 15 വർഷം പിടിച്ചില്ല ഇത്ര എത്താൻ. ഞാൻ വെറുതെ പോയിട്ട് ഇത്രയും ഇത് വെച്ചതല്ല. ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ മണ്ണുത്തിയിൽ വന്ന് എൻ്റെ ദേവിയെ തൊഴാൻ ആരോ എത്തി തൊയ്തു പോയെന്ന് എൻ്റെ അമ്മക്ക് വിളിച്ചു. അപ്പൊ അത് തന്നെ എനിക്കറിയില്ല, ആളെന്നെ കണ്ടിട്ടില്ല. ഒരു ഫാമിലി വന്ന് എൻ്റെ ദേവിയെ തൊയ്തു പോയി. അപ്പൊ അതൊരു നിയോഗം. ഞാനിപ്പോ പരസ്യം ചെയ്തിട്ടാണോ അത് വന്നത്, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു വരുത്തിയിട്ടാണോ? അല്ല, ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. പക്ഷെ എങ്ങനെ വന്നു? അപ്പോൾ എവിടെയോ ഒരു നിയോഗം ഉണ്ടാവും. ഒന്നെങ്കിൽ പള്ളത്ത് കുടുംബക്ഷേത്രം പൂവണിയണമെന്നുണ്ടാവും. കാരണം തൃപ്പയാർ എവിടെയോ ആയിരുന്നു പള്ളത്ത് തറവാട്. പല റൂമേഴ്സ് ഞാൻ കേൾക്കാറുണ്ട്. ഏതൊരു അമ്പലത്തിന്റെ കായകം പള്ളത്തറവാടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ സാമൂതിരി പള്ളത്തറവാട്, അങ്ങനെയും പല ഐതിഹ്യം കുറേ സംഭവം കേൾക്കുന്നുണ്ട്. എനിക്കറിയില്ല തൃപ്പയാർ എവിടെയോ ആയിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. അവിടെ എവിടെയോ മണ്ണിന്റെ അടിയിൽ പള്ളത്ത് തറവാടുണ്ടായിരുന്നു. അത് വർഷങ്ങൾക്ക് ശേഷം അതില്ലാതെയായി. ആ കുടുംബം അവിടെ ഇല്ലാതെയായി. അപ്പോൾ വീണ്ടും അതിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പായിരിക്കും നടക്കുന്നത്. മിക്കവാറും ആരോ അവിടുത്തെ ഒരു കാരണവരും എൻ്റെ കൂടെ ഉണ്ടാവാം. ഇനിയും എനിക്ക് കഥകളും പറയാനുണ്ട്. കാരണം ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചെറിയ ചോദ്യങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ. അതായത് നമ്മുടെ 12 പള്ളത്ത് കുടുംബം എന്ന് ഞാൻ പറഞ്ഞില്ലേ, 12 ഫാമിലി അവിടെ ഉണ്ടെന്ന്. അവരൊരു ഫാമിലിയിൽ കാരണവരും ഭുവനേശ്വരും കരിങ്കുട്ടിയേ ഉള്ളൂ. ഭദ്രകാളി പീഠയില്ല. കാരണം വർഷങ്ങൾക്ക് ശേഷം പല വീടുകളായിട്ട് അത് മാറി മാറി വന്നതായിരിക്കാം. അപ്പോൾ കാരണവർ എൻ്റെ വീട്ടിലില്ല. പക്ഷെ എൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് പലവട്ടം തോന്നാറുണ്ട്. ഏതോ ഒരു ചൈതന്യം എൻ്റെ കൂടെ ഉണ്ടാവാം. കാരണം ഈ ശാക്തിയ പൂജ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പറഞ്ഞാൽ വിശ്വാസം തോന്നില്ല. പക്ഷെ ഞാൻ പഠിക്കാൻ ഇപ്പോൾ മന്ത്രങ്ങളായാലും ഇതൊക്കെ ആയാലും ചിലപ്പോഴൊക്കെ ഞാൻ പഠിക്കില്ല. ഇപ്പം എന്നോട് തോന്നിപ്പിക്കരുത് ചെയ്യിപ്പിക്കാൻ, ഈ ധ്യാനം പറയാൻ ഞാൻ ചെയ്യില്ല, പഠിച്ചു വെക്കില്ല. അപ്പോൾ ആ ശാക്തിയ പൂജ സമയത്ത് ബുക്ക് വെച്ചിട്ടുണ്ടാവും നോക്കി പറയാൻ വേണ്ടി. ഞാനത് നോക്കി പറയേണ്ട ആവശ്യം വന്നില്ല. ഞാനറിയാതെ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിന് ശേഷം ശാക്തിയ പൂജ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇരുന്നു. എനിക്ക് എൻ്റെ വായിൽ വരുന്നില്ല. അതായത് ഈ കൃത്യമായി ആ ശാക്തിയ പൂജ ചെയ്യേണ്ട സമയത്ത് ആ മന്ത്രങ്ങൾ അത് പഠിക്കണം നമുക്ക് തോന്നും. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് അത് പഠിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ ശാക്തിയ പൂജയുടെ ആ സമയത്ത് അത് കൃത്യമായി ആ പുസ്തകത്തിൽ നോക്കാതെ തന്നെ അങ്ങയുടെ ഉള്ളിൽ വരുന്നുണ്ട്. എന്നിട്ട് ആ പൂജ കഴിഞ്ഞതിന് ശേഷം അത് ആലോചിക്കാൻ ശ്രമിക്കുമ്പോൾ ഓർമ്മയിൽ വരുന്നില്ല. അപ്പോൾ അവിടെ എവിടെയോ ഒരു ചൈതന്യം, എക്സ്ട്രാ ഒരു കാരണവരോ ആരോ എന്നെ പിടിച്ച് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു പണ്ടത്തെ ഒരു തറവാടും അവിടുത്തെ ഒരു അവസ്ഥയിൽ നിന്ന് വീണ്ടും, കാരണം പ്രശ്നം വെച്ചാൽ പറഞ്ഞു ഒരു തറവാട്ടിൽ ഇങ്ങനെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ നടന്നതെന്നും. അപ്പം അതിൻ്റെ ഒരു പുനരാവിഷ്കാരമാണ് ഇപ്പം നടക്കുന്നത്. കുറേ തലമുറകൾക്ക് ശേഷം ഈ ഒരു തലമുറയിൽ അത് റിയാക്ഷൻ ചെയ്ത് തുടങ്ങി. അന്നത്തെ ആക്ഷൻ്റെ എല്ലാം അവസാനം ഒരു തിരിച്ചുള്ള റിയാക്ഷൻ തുടങ്ങി. അതായിരിക്കാം പ്രശ്നങ്ങളും അതിനുശേഷം എൻ്റെ വരവും ഇതൊക്കെ അതൊരു നിയോഗമായിരിക്കാം. അപ്പോൾ ഇനി ആ പള്ളത്തെ കുടുംബം ഈ കുടുംബത്തിൽ യോജിക്കുമെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല. എല്ലാവരും പ്രാർത്ഥനയും വേണം. ഇന്നും ഞാൻ എൻ്റെ ലൈഫിൽ മുന്നോട്ട് പോകുന്നു ഓരോ കാര്യങ്ങളായിട്ട്. ഈ വീഡിയോ കണ്ട് ഇനി വീണ്ടും ഈ കമൻസ് ആയിട്ട് വരുന്നവരോട് എന്താ പറയാനുള്ളൂ, സ്പിരിച്വാലിറ്റി ഒരിക്കലും പൈസയുടെ മാർഗമല്ല. എന്നാൽ അവിടെ പറയുന്നത് ചിലപ്പോൾ ശരിയാവില്ല. കാരണം ഇതൊരു വരുമാന മാർഗ്ഗമായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറയുന്നത് ശരിയാവില്ല. കാരണം ഇത് ചിലപ്പോൾ എൻ്റെ കൺമുമ്പിൽ വരുന്ന, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ലേഡി വിളിച്ചു, ഒരു 1-2 മണിക്കൂർ എൻ്റെ അടുത്ത് കറങ്ങു. ഞാൻ അവരോട് പറഞ്ഞു പൂജ ചെയ്യാനല്ല പറഞ്ഞത്. ഞാൻ അവരോട് പറയുമ്പോൾ ധൈര്യമായിട്ടിരിക്കുക, ലൈഫിനെ പോസിറ്റീവായിട്ട് കാണുക, ഇനി ഒരിക്കലും തോൽക്കരുത്. ആദ്യം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം. സ്ത്രീകൾക്ക് ഏറ്റവും അത്യാവശ്യം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. ജീവിക്കണം, ജീവിച്ച് കാണിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യാം. ഞാൻ കുറച്ച് എൻ്റെ മനസ്സിൽ ഇൻഡ്യൂഷൻസ് ആയിട്ട് എനിക്ക് തോന്നിപ്പിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പൈസ ഒന്നും മേടിച്ചില്ല. ഇതേപോലെ ഞാൻ ചെയ്യാറുണ്ട്. കാരണം എൻ്റെ മുമ്പിൽ കറഞ്ഞു വരുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, അതിപ്പോൾ എന്ത് സഹായം ആയിക്കോട്ടെ, സ്പിരിച്വാലിറ്റി മാത്രമല്ല. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ഒരു അത്യാവശ്യത്തിന് തന്നെ വിളിച്ചാൽ ഞാൻ ചെല്ലും. അത് ഇനിയും ചെല്ലും. കാരണം എനിക്ക് ഇഷ്ടമാണ് എല്ലാവരെയും.
കാരണം ഞാൻ വസുദൈവ കുടുംബവും മനസ്സിലാക്കുന്നവനാ. ലോകം മൊത്തം എൻ്റെ കുടുംബമാണ്. എല്ലാവരും സ്നേഹിക്കാൻ അറിയാം, ഇഷ്ടപ്പെടാനും അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ ജീവിച്ചിട്ടുണ്ട്. പലർക്കും പല ലൈഫിലൂടെയും പലരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ ഞാൻ പോയി തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. അത് എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ലൈഫ് ഇങ്ങനെ പറയാൻ പറ്റിയത് മഹാഭാഗ്യമായിട്ട് കരുതുന്നു. എനിക്ക് തോന്നുന്നു മറ്റേ ചാനലിനേക്കാളും കൂടുതൽ ലൈഫിൻ്റെ ഒരു അവസാനം ഞാൻ എത്തിച്ചത് ഇവിടെ ആയിരിക്കാം, നിങ്ങളോട് ആയിരിക്കാം, അറിയില്ല. കാരണം അവിടെ നിന്ന് ഞാൻ പറഞ്ഞു. ഇതിപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു പറയാൻ അവസരം കിട്ടിയത് ഒരുപാട് ഭാഗ്യമായിട്ട് കരുതുന്നു. ഇതൊരു നിയോഗമായിട്ട് കരുതുന്നു. നന്ദി. തീർച്ചയായിട്ടും. എന്തായാലും ഈ പള്ളത്ത് കുടുംബം ഒന്നിക്കട്ടെ. അതുപോലെ തന്നെ ദേവിയുടെ അനുഗ്രഹവും കാര്യങ്ങളും ഉണ്ടാവട്ടെ. കൂടുതൽ ഉയരങ്ങളിലേക്ക് അങ്ങയുടെ പേരും ദേവിയുടെ പേരും എല്ലാം ഉണ്ടാവട്ടെ. ദേവിയുടെ ആഗ്രഹം പോലെ തന്നെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അങ്ങയുടെ മനസ്സിൽ കൃത്യമായി തെളിയുമെന്ന് ഈ ഒരു അഭിമുഖത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും അബാക് മീഡിയയ്ക്ക് വേണ്ടി ഈ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക്സ്.